ഈ അമൃത് പദ്ധതികളും പാലക്കാടേക്ക് കൊണ്ടുവരുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നേതാവാണെന്ന് അറിയാൻ സാധിച്ചു. അത് എങ്ങനെയാണ് യാഥാർത്ഥ്യമായത്? അതിലേക്ക് നയിച്ച വഴികൾ എന്തൊക്കെയായിരുന്നു? 30 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചിരുന്ന നഗരസഭ 1988 മുതൽ നിരന്തരമായിട്ട് ചെറിയൊരു കാലയളവിൽ ഇടതുപക്ഷം 2 വർഷത്തോളം CPM-ൻ്റെ നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ ഭരണം ഉണ്ടായിരുന്നു. 91 തൊട്ട് 93 വരെ. ബാക്കി എല്ലാ കാലത്തും പാലക്കാട് നഗരസഭ ഭരിച്ചിരുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പാലക്കാട്ടിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാത്തതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം BJP അധികമായിട്ട് അധികാരത്തിൽ വരുന്നു. കേരളത്തിന് മുഴുവൻ മാതൃകയാവേണ്ട ഒരു ഭരണമായിരിക്കണം BJPയുടെ. കേരളത്തിലെ ആദ്യത്തെ നഗരസഭാ ഭരണമാണ്. അപ്പോൾ ജനങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ്. അപ്പോൾ അവിടെ അതാണ് മോഡൽ. കേരളത്തിന് നാളെ BJP കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ എങ്ങനെയായിരിക്കും കേരളത്തിലെ BJPയുടെ ഭരണം എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾക്ക് ഭൂരിപക്ഷമില്ല, 24 പേരേ ഉള്ളൂ. കോൺഗ്രസും CPM-ഉം ചേർന്ന മുന്നണിക്ക് 28 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു അജണ്ട പാസ്സാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ പോലും വലിയ ബുദ്ധിമുട്ടുള്ള കാലം. കാരണം അവർ 28 ആൾ ഈ അജണ്ടയ്ക്കെതിരായി വോട്ട് ചെയ്താൽ അജണ്ടകൾ പാസ്സാവില്ല. ഞങ്ങളുടെ ഇതിനെതിരായിട്ട് അവിശ്വാസം കൊണ്ടുപോകുന്നു. അങ്ങനെ നിരന്തരമായിട്ട് പ്രതിസന്ധി ഉണ്ടാക്കുന്ന സമയത്തും ഞങ്ങളുടെ ഭരണസമിതിയുടെ ലക്ഷ്യം 5 വർഷം കൊണ്ട് 2020 നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ പ്രിൻ്റ് ചെയ്യുന്ന വികസന പത്രികയിൽ ഒരുപാട് നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവണമെന്നായിരുന്നു. അത് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു.